അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, തെങ്ങിളനീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ, അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ. കാറ്റേ പുല്ലാനിക്കാട്ടിലെ കാറ്റേ, കല്ലലം മൂളും കാറ്റേ, പുല്ലാനിക്കാട്ടിലെ കാറ്റേ, കന്നിവയൽ കാറ്റേ നീ കൺമണിയേ ഉറക്കാൻ വാ, കന്നിവയൽ കാറ്റേ നീ കൺമണിയേ ഉറക്കാൻ വാ, നീ ചെല്ലം ചെല്ലം താതയ്യം തെയ്യം, നീ ചെല്ലം ചെല്ലം തെയ്യം തെയ്യം തുള്ളിത്തുള്ളി വാവാ, അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ, അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ. ഉണ്ണും നേരം കണ്ണുകൾ ചിമ്മും നേരം, കണ്ണുകളുണ്ണും നേരം കണ്ണുകൾ ചിമ്മും നേരം, കന്നിവയൽ കിളിയേ നീ കൺമണിയേ ഉറത്താതെ, കന്നിവയൽ കിളിയേ നീ കൺമണിയേ ഉറത്താതെ, നീ താലിപീലി പൂങ്കാട്ടിനുള്ളിൽ, നീ താലിപീലി കാട്ടിനുള്ളിൽ കൂടും തേടിപ്പോവോ, അല്ലീളം പൂവോ ഇല്ലിളം തേനോ, തെങ്ങിളനീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ, അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ് ഗൾഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ശശി മേനൻ. അപ്പം നാട് പാലക്കാട്. പാലക്കാട് ഏത് സ്ഥലമാണ്? നെന്മാറ. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ 2-3 നെന്മാറക്കാരെ കണ്ടു കേട്ടാ. നെന്മാറ എന്ന് പറയുമ്പം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ലേ? നെല്ലിയാമ്പതി അറിയാറില്ലല്ലോ. നെല്ലിയാമ്പതി കുറച്ചുകൂടെ ഫേമസ് ആയതുകൊണ്ട് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ് ഗൾഫിലേക്ക് സ്വാഗതം. ഹലോ, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. പേര് പറയൂ, ആരാണ്? ഇത് മനോജ് ശങ്കർ ആണ്, അബുദാബി. മനോജ് ശങ്കർ, അബുദാബി. അബുദാബി. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് ശശി. ഗുഡ് ഈവനിംഗ്, നമസ്കാരം.
ആലോചിക്കാണ് കേട്ടോ, ഞാൻ നോക്കിയപ്പോഴേ ഒരാളൊന്ന് ആലോചിക്കാം. ഞാനൊരു പാലക്കാട്ടുകാരനാണ്, ആലത്തൂര്. നമ്മാറ മാത്രമല്ല പാലക്കാടുള്ളത്, അതെ, ആലത്തൂർ. അങ്ങനെ പറയും. ഇതാണ് നമുക്ക് വേണ്ടത്, ഇതാണ് നമുക്ക് വേണ്ടത്. അതാണ് പാലക്കാടിന്റെ ഓമനപുത്രൻ. അതാണ്. ബാക്കി ശശി എന്നെ പറ്റി പറഞ്ഞുതരും. ശശിയെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ഒരു പാലക്കാട് പ്രവാസി മ്യൂസിക്കൽ ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ആസ്ഥാന മെമ്പറാണ് ഞാൻ, ആസ്ഥാന ഗായകരാണ് ശശി. അല്ലല്ലോ, ഈ സൗണ്ട് കേട്ടിട്ട് ഈ സംഗീതം തൊട്ടടുത്തുകൂടെ ഇങ്ങനെ പോയിട്ടുള്ളതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരിക്കൽ. ഞാൻ 5 വന്നപ്പോ വിളിച്ചിട്ടുണ്ട്, ശശി വന്നപ്പോഴും നേരത്തെ വിളിച്ചിട്ടുണ്ട്. ആണോ? അതെ അതെ. അപ്പൊ ഞങ്ങൾ 6 വർഷമായി പാലക്കാട് പ്രവാസി മ്യൂസിക്കൽ ഗ്രൂപ്പ് PMC പറയും. മെയിൻ പില്ലറാണ് നമ്മുടെ. ആണോ? ഈ 6 വർഷത്തിന് മുമ്പേ അറിയാമായിരുന്നു ഇദ്ദേഹത്തിനെ? ഇദ്ദേഹത്തെ നമ്മൾ അറിയുമല്ലോ, പാലക്കാട്ടുകാരനല്ലേ. അതെ. അപ്പൊ പുള്ളിയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്. 4-5 ആൾക്കാർ തുടങ്ങിയതാണ്. ഇപ്പൊ 80-ൽ കൂടുതൽ ആൾക്കാരുണ്ട് UAE മാത്രം. അത് ശരി, നല്ലൊരു പാട്ടുകാരനാണ് കേട്ടോ. അതാ ഞാൻ ചോദിച്ചത്. വോയിസ് കേൾക്കുമ്പോ അറിയാം പാട്ട് എവിടെയോ ഇത് വഴിക്കൂടൊക്കെ പോയിട്ടുണ്ട്. ഉണ്ടല്ലേ? ഞാൻ പാട്ട് പഠിക്കാത്ത പാട്ടുകാരനാണ്. ഞാൻ പാട്ട് പഠിക്കണമെന്നില്ല, പാട്ട് നമ്മൾ ഇൻബോൺ ടാലന്റ് ആണല്ലേ. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് 2 വരി പാട്. അതിനെന്താ, ഒരു ബുദ്ധിമുട്ടില്ല. ഇന്ന് ശിവരാത്രി അല്ലേ? അതെ. അപ്പൊ ശിവരാത്രി ആയിട്ട് ഞാനൊരു ചെറിയ പാട്ട് പാടാം. പാടിക്കോ. രമേശൻ നായർ, നമ്മുടെ സ്വന്തം ജയേട്ടന്റെ ഡെഡിക്കേഷൻ ആയിട്ട് പാടുവാണേ. ശരി, പാടിക്കോളൂ. വടക്കും നാദനും സുപ്രഭാതം പാടും വണ്ണാത്തി കുരുവികൾ ഞങ്ങൾ, നീരൊളിക്കും പരമ്പൊരുളേ നേരിടുനീരാ പരമ്പൊരുളേ, പരവശരാമിയേഴകൾക്ക് തരുമോ ശിവരാത്രി കൽക്കണ്ടം. വടക്കും നാദന് സുപ്രഭാതം പാടും വണ്ണാത്തി കുരുവികൾ ഞങ്ങൾ, അമ്പിളിക്കല ചൂടും തമ്പുരാനേ നിന്റെ അഗ്നി താണ്ഡവത്തിലൂടെ, അമ്പിളിക്കല ചൂടും തമ്പുരാനേ നിന്റെ അഗ്നി താണ്ഡവത്തിലൂടെ, നയിക്കൂ 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 ഞങ്ങളെ കൈലാസ നവരത്ന മണ്ഡപത്തിൽ, മറുപിറവിയറ്റ പുണ്യത്തിൽ. വടക്കും നാദൻ സുപ്രഭാതം പാടും വണ്ണാത്തി കുരുവികൾ ഞങ്ങൾ. പോരെ? താങ്ക് യു മനോ. ഞാൻ പാടാൻ ഉദ്ദേശിച്ചിരുന്നു ശിവരാത്രി. അന്ന് ശശി അന്നൊരു ശബരിമല സീസണിലാണ് ഈ ശബരിമലയുടെ ഒരു പാട്ട് പാടി, അയ്യപ്പന് വേണ്ടി ഞാൻ പാടി. അല്ലെ, ഞാൻ പറയായിരുന്നു പിന്നെ ശശി മേനോൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഏകദേശം 2 വർഷത്തോളമായി. പക്ഷെ അവനോട് ഞാൻ ചോദിച്ചു എത്ര നാളെ 2 വർഷത്തിന് മേളിലായിരുന്നു. ഞാൻ പറഞ്ഞു പക്ഷെ അന്ന് കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ചെറുപ്പമായെന്ന് തോന്നുന്നു അല്ലേ? ഫ്രണ്ട് ഞാനാണല്ലോ, അപ്പൊ പിന്നെ അങ്ങനെയല്ലേ. ഓ അങ്ങനെ സഹവാസം. അതെ, ഞാനിവിടെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. അതിന്റെ ഇടയിൽ ശശിയുടെ പെട്ടെന്ന് ഓർമ്മ വിളിച്ചത്. താങ്ക് യു സോ മച്ച്. ഇനിയും വിളിക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ. തീർച്ചയായിട്ടും ഗംഭീര പരിപാടിയാണ്, എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്, കാണാറുണ്ട്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. അടുത്ത പാട്ടിലേക്ക് പോവാം. മകളെ പാതിമലരെ. സൂപ്പർ പാട്ടാ. ഏതായിരുന്നു അത്? ഗിരീഷ് പുത്തഞ്ചേരിക്കൊരു സിനിമ ഏതായിരുന്നു? നമ്മുടെ മുരളിയൊക്കെയുള്ള ചമ്പക്കുളം തച്ചൻ. യെസ്. മകളെ പാതിമലരേ നീ മനസ്സിലെന്നെ അറിയുന്നു,
പാതിമലരേ നീ മനസ്സിലെന്നെ അറിയുന്നു. കനവും പോയ ദിനവും നിൻ ചിരിയിൽ വീണ്ടും ഉണരുന്നു. ഈ കൊതുമ്പു കളിയോടം കാണാത്ത തീരമണയുന്നു. മകളെ പാതിമലരേ നീ മനസ്സിലെന്നെ അറിയുന്നു. താരമായി ദൂരെ വന്നു നീ മിന്നി നിന്നിരുന്നോ മനെ. അന്നുറങ്ങാത്ത രാത്രിയിൽ നിന്റെ ഓർമ്മതൻ നോവറിഞ്ഞു ഞാൻ. തഴുകി വീണ്ടും ഒരു തളിരുപാൽ നില ഒളിനുറുങ്ങുപോൽ എന്നെ നീ. അലസമൃദുലമഴകേ ആരിരാരിരാരിരാരിരോ ആരിരാരിരാരിരാരിരോ. മകളെ പാതിമലരേ നീ മനസ്സിലെന്നെ അറിയുന്നു. എൻ്റെ കൈക്കുടന്നയിൽ പഴയ പൂനിലാതാരകം. ഒരു പളുങ്കു പൊൻചിമിഴിനുള്ളിലെ മൺചിരാതിൻ്റെ നാളമാ. കതിരിടുമ്പോഴും കാറ്റിലാടാതെ കാത്തിടും മനം കൺമണി. ഹൃദയമിവിടെ നിറയും ഇനിയുറങ്ങാരിരാരിരോ ആരിരാരിരാരിരോ. മകൾ ആരിരോ. മകളെ ഇല്ല, അത്രേ ഉള്ളൂ. അത് ഞാനിങ്ങനെ അവസാനം ആരിരാരോ പാടി അങ്ങ് നിർത്തുവാണ്. അപ്പോഴത്തേക്ക് കൊച്ചുറങ്ങി കഴിഞ്ഞാൽ പിന്നെ മകളെ എണീക്കെന്ന് പറയുമാരെങ്കിലും പറയത്തില്ലല്ലോ. ഒരു താരാട്ടുപാട്ട് പോലെ പാട്ടാണ് ആരിരാരി. ഞാൻ കിടന്ന് ഉറങ്ങി, ഞാനിരുന്ന് ഉറങ്ങി. പക്ഷെ നല്ല അടിപൊളി പാട്ട്, നല്ല കോൺഫിഡൻസ് സിംഗിങ് കേട്ടോ. നല്ലൊരു യുണീക്ക് വോയിസ്. ഒരു സാധാരണ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം. പക്ഷെ എപ്പോഴും ഒരു ഷിവറിംഗ് ഇല്ലേ ഒരു വോയിസിൽ? എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ നന്നായിട്ട് പാടി, നല്ലോണം പാടി. ചിലർ ഭയങ്കര കോൺഫിഡൻസ് സിംഗിങ് ആണ്. ചില വേർഡ്സ് ഒക്കെ നമുക്ക് ചിലപ്പം അങ്ങനെ ഭയങ്കര അറ്റാച്ച് ചെയ്ത് വരില്ലേ? എന്റെ പൊന്നു, ഇല്ലാത്ത കുഴപ്പങ്ങളൊക്കെ വിളിച്ച് പറയാണ്. ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല. മകളും പാതിമലരേ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഫീലിംഗ് വരണ്ടേ? കുറച്ച് ഫീലോടുകൂടി രണ്ടുപേരും പാട് പോട്ടെ. മകൾ എണീറ്റ് വരുമോ നോക്കട്ടെ. ഫീലോടുകൂടി പാടിക്കും, പ്ലെയിൻ ആയിട്ട് പാടിക്കും. അല്ല, ഞാൻ ഈ ചില വേർഡ്സിലേക്ക് കുറച്ച് ചിലയിടത്ത് ഇങ്ങനെ ഭയങ്കര. അത് വീട്ടിൽ എത്ര മക്കളുണ്ട്?
രണ്ടുപേരും. മക്കൾ പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ? പെൺകുട്ടികളില്ല. അതുകൊണ്ടാണ് പ്രശ്നം. അല്ല, ഈ മക്കളുടെ അടുത്ത് എങ്ങനെയാണ്? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? അങ്ങനൊന്നുമില്ല, സ്ട്രിക്റ്റ് ഒന്നുമില്ല. എന്റെ വീട്ടിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ്, ഭയങ്കര സ്ട്രിക്റ്റ്. അത്യാവശ്യത്തിന് സ്ട്രിക്റ്റ് ആണ്. നമ്മൾ അങ്ങനെ ഇതായിട്ട് അങ്ങനെ നമ്മൾ ഷാർപ്പായി പോയതാണോ എന്ന് ഞാൻ ചോദിച്ചു തന്നത്. അല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതെ, ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന പറയുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിൽക്കണം. ഇപ്പൊ അവരാണോ നമ്മളാണോ മാതാപിതാക്കളെന്ന് അറിയാൻ. പക്ഷെ സൂപ്പറായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് കേൾക്കായിരുന്നു, ഉറങ്ങിയതൊന്നും അല്ല കേട്ടോ. കണ്ണടച്ചിരുന്ന് കേൾക്കാം, നന്നായിട്ട് പാടി. എനിവേ, ഈ പറഞ്ഞ ഇന്നല്ലേ ശിവരാത്രി. അപ്പൊ ഇന്ന് രാത്രിയിലാണ് ഉറക്കം കഴിക്കുന്നത്? ഇന്ന് രാത്രി ഉറക്കം. ഇന്ന് 11:45 തൊട്ട് 12:45 വരെയുള്ള 1 മണിക്കൂറിൽ ഉറക്കം ഒഴിച്ചിരുന്നു കഴിഞ്ഞാൽ ശിവന്റെ ഭയങ്കര മഹാദേവന്റെ അനുഗ്രഹം കിട്ടുമെന്നാണ് പറയുന്നത്. ആണ് കറക്റ്റ്. 11:45 തൊട്ട് ഭയങ്കര ശക്തിയുള്ള ഒരു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ട് കേട്ടോ. ഇന്നെന്തായാലും മാഡം എന്തായാലും രാത്രി പോയിരുന്ന് 11:45 തൊട്ട് ഇങ്ങനെ ഇരിക്കും, കണ്ണും തുറന്നിരിക്കും. ഓക്കെ, എനിവേ, പാലക്കാടാണെന്ന് പറഞ്ഞു. പാലക്കാട് എത്ര നല്ല രസമുള്ള സ്ഥലങ്ങളാണല്ലേ, ഇഷ്ടം പോലെ സ്ഥലങ്ങൾ. ഞാൻ കൊല്ലങ്കോട് വന്നിട്ടുണ്ട്. അതിനടുത്ത് തന്നെയാണ് എൻ്റെ വീടും. അതെ അല്ലേ, കൊല്ലങ്കോട് ഷൂട്ടിങ്ങിന് വന്നായിരുന്നു. ഒരു മെല്ലെ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങിന് വന്നായിരുന്നു. അവിടെ വയലും ഒക്കെ രസമാണ് അവിടുത്തെ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. അത് അവിടുന്ന് ഈ വെസ്റ്റേൺ ഗാർഡ്സിന്റെ കുറെ പോർഷൻ ഉണ്ട്. ശരിക്കും അവിടുന്ന് ഈ കൊല്ലങ്കോട് കുറച്ചുകൂടെ അടുത്ത് പോയി കാണാൻ പറ്റും. അവിടെ നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ, പിന്നെ ആർട്ടിഫിഷ്യൽ കുറെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവര്. ഇതൊക്കെ മറ്റേ ഒരു ആമ്പൽക്കുളവും ഒരു വയലിനോട് ചേർന്നിട്ട് ആമ്പൽക്കുളവും നല്ല ഭംഗിയുള്ള സ്ഥലം. പക്ഷെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ടൂറിസ്റ്റ് കുറെ പേര് ഒരുപാട് വന്നിട്ട് കുറെ കച്ചറ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര കാറ്റായിരുന്നു. ആ സമയത്ത് അവിടെ കാറ്റ് കൂടുതലായിരുന്നു. മലയിൽ വരണ കാറ്റ് ഭയങ്കര തട്ടി വരണ കാറ്റല്ല. ഭയങ്കര രസമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല സ്ഥലമാണ്. എനിവേ, അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത നമ്മൾ തമിഴ് പാടിയാലോ? തുളിയിലെ അടവന്ത ചിന്നത്തമ്പി. നല്ല പാട്ടാ, പഠിക്കാം. ആഴിയിലെ കണ്ടെടുത്ത അർപ്പുത ആണിമുത്തേ, തൊട്ടിൽ മേലെ മുത്തുമാല വണ്ണപ്പൂവാ വിളയാട് ചിന്നത്തമ്പി എസപ്പാട്. തുളിയിലെ അടവந்த വാനത്തുമിൻ വിളക്കേ, ആഴിയിലെ കണ്ടെടുത്ത അർപ്പുത ആണിമുത്തേ. பாட்டெடுத்து நான் படிச்சா காட்டருவி கண்ணுறங்கும், பட்டமரம் பூமலரும் பாறையிலும் நீர் சுரக்கும். பாட்டெடுத்து நான் படிச்சா காட்டருவி கண்ணுறங்கும், பட்டமரம் பூமலரும் பாறையிலும் நீர் சுரக்கும். ராகம் என்ன தாளம் என்ன அறிஞ்சா நான் படிச்சேன், 7 கட்ட 8 கட்ட தெரிஞ்சா நான் படிச்சேன். நான் படைச்ச ஞானமெல்லாம் யார் கொடுத்தா? சாமிதான். ஏழெடுத்து படிச்சதில்லை, சாட்சி இந்த பூமிதான். தொட்டில் மேலே முத்துமால வண்ணப்பூவா விளையாடு சின்ன தம்பி எசப்பாடு.
சோறு போட தாயிருக்கா பட்டினியை பார்த்ததில்லை தாயிருக்கும் காரணத்தால் கோயிலுக்கு போனதில்லை சோறு போட தாயிருக்கா பட்டினியை பார்த்ததில்லை தாயிருக்கும் காரணத்தால் கோயிலுக்கு போனதில்லை தாயடிச்சு வலிச்சதில்லை இருந்தும் நான் அழுவேன் நான் எழுத பாங்கிடுமா உடனே தாயழுவான் ஆக மொத்தம் தாய் மனசு போல் நடக்கும் பிள்ளதான் வாழுகிற வாழ்க்கையிலே தோல்விகளே இல்லதான் தொட்டில் மேலே முத்துமாலை வண்ணப்பூவா விளையாடு சின்ன தம்பி எசப்பாடு துளியிலே ஆட வந்த வானத்து மின் விளக்கே ஆழியிலே கண்டெடுத்த அற்புத வாணிமுத்தே தொட்டில் மேலே முத்துமாலை வண்ணப்பூவா விளையாட சின்ன தம்பி எசப்பாடு வண்ணப்பூவா விளையாட சின்ன தம்பி എസപ്പാട്. ചിന്നത്തമ്പി ഒരു പാട്ട് പാടുകയെന്ന് പറയത്തില്ലേ, അമ്മ പറയത്തില്ലേ, നല്ല രസം അത്. ഭയങ്കര രസമുള്ള ഫ്രം ദ ബിഗിനിങ് ടു ലാസ്റ്റ് അല്ലേ, ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. അതിനകത്ത് ഖുഷ്ബു മാം ആണെങ്കിലും ചിന്നത്തമ്പിയായിട്ട് അഭിനയിച്ച പ്രഭു സാർ ആണെങ്കിലും അവരുടെ അമ്മ, പിന്നെ അവരുടെ എന്താ ഖുഷ്ബുവിൻ്റെ ബ്രദേഴ്സായിട്ട് അഭിനയിച്ചവർ, അവരുടെ ഭാര്യമാർ എല്ലാം സ്റ്റോറി ഒരു നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്തൊരു സിനിമ. സൂപ്പർ സിനിമ. അതേപോലെ അതിനകത്തെ പാട്ടുകൾ എല്ലാം തുടക്കം മുതലും എല്ലാവരും താളം നമ്മൾ എൻജോയ് ചെയ്യും. എല്ലാ കാര്യം എല്ലാം ഉണ്ട് അതിനകത്ത്, എല്ലാ ഫീലിങ്സ് ഇമോഷൻസും ഓ സൂപ്പറാണ് അതിനകത്തല്ലേ. പിന്നെ ഖുഷ്ബുവിനെ മറ്റേ രാജകുമാരി ഖുഷ്ബുവിനെ നോക്കുമ്പം ഇങ്ങനെ പകുതി മീശ പഠിച്ചു വിടും, അതൊക്കെ ഒരു രസമുള്ള നല്ല രസമുള്ള നന്നായിട്ട് പാടി കേട്ടോ. ഇതിനകത്ത് വേറൊരു പാട്ടുണ്ട് പോവാ, അങ്ങനെ കുറേ പാട്ടുകളുണ്ട് അതിനകത്ത്. പിന്നെ അരച്ച സന്തനം അലക്കം കുങ്കുമം അഴക് നെറ്റിയിലെ ആ പാട്ട്. പിന്നെ ഉള്ളത് കുയിലപ്പൊടിച്ചേ കൂട്ടിലടച്ചേ പിന്നെ ലാസ്റ്റ് പാട്ട് നീയെങ്കേ എന്നേ ആ പാട്ട്. അതിനകത്ത് ആ മാമിനെ കാണാൻ എന്തും ഭംഗിയല്ലേ, ഓ സൂപ്പർ. അപ്പം മൊത്തത്തിൽ അതിനകത്തുള്ള ഒരു ഓരോ സീൻ ബൈ സീനൊക്കെ എടുക്കുകയാണെങ്കിലും അടിപൊളി സിനിമ, നല്ല പാട്ടുകൾ നന്നായിട്ട് പാടി, സൂപ്പറായിട്ട് പാടി. പോട്ടെ, മാമിന് പാടി കൊടുക്കുന്ന പാട്ട് ഏതാണ് ഇഷ്ടമുള്ള പാട്ട്? അങ്ങനെ എന്നാലും നിർമ്മല എന്നാണ് പേര്, അപ്പോൾ നിർമ്മല ശയ്യയിലെ ആ പാട്ട് എടുത്തു വെച്ചിട്ടുണ്ടോ? ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അല്ലേ, എന്നായിരുന്നു വെഡിങ് ആനിവേഴ്സറി? എന്നാ നിങ്ങളുടെ വെഡിങ്? ഞങ്ങൾ 16th ഏപ്രിൽ 16 അല്ലേ. അപ്പം പാട്ട് പാടുമെന്ന് അറിയാമായിരുന്നോ? ഇല്ല അത് ഞാൻ പാട്ട് നാട്ടിലൊന്നും ഞാൻ പാടിയിട്ടില്ല ജീവിതത്തിൽ. ഞാൻ ഇവിടെ വന്ന് ആക്സിഡൻ്റലി ഒരു സ്റ്റേജിൽ ഒരാൾക്ക് പുള്ളിക്ക് പാടാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കയറി പാടിയപ്പോൾ എനിക്ക് ചെറിയ കോൺഫിഡൻസ് കിട്ടി. പിന്നെ അങ്ങനെ പിന്നെ നെന്മാറ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ പുള്ളിക്ക് പകരം കയറി പാടിയില്ലായിരുന്നെങ്കിൽ ഒരു കലാകാരൻ അന്നേ ഇതായി ഒഴിഞ്ഞു പോയ. അതാണ് ഒരു നിമിത്തം. പിന്നെ സമയം വളരെ നമുക്ക് ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാ എന്ന് പറയുന്നത്. അടുത്ത പാട്ട് ഏതാണ്? അടുത്ത ഒരു ഹിന്ദി നോക്കിയാലോ? തീർച്ചയായിട്ടും അബ് തേരെ ബിൻ ട്രൈ ചെയ്യാം. കുറേ എനിക്ക് തോന്നുന്നു കുറേ പാട്ടുകൾ അറിയാല്ലേ, ഇഷ്ടം പോലെ പാട്ടുകൾ. പക്ഷേ പാടി വരുമ്പോൾ ചിലപ്പോൾ എല്ലാവരുടെയും എത്തിയെന്ന് വരില്ല, പക്ഷേ എന്നാലും അല്ല നമുക്കിപ്പം എല്ലാവർക്കും പ്രൊഫഷണൽ സിംഗേഴ്സ് ആവാനൊന്നും പറ്റത്തില്ല, നമ്മുടെ കഴിവ് പോലെ. അല്ല പാട്ടുകൾ എനിക്ക് പലതും ചിലപ്പോൾ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം പിടിക്കാൻ പറ്റും. ചില ഒരു നോട്ടിൽ ചിലപ്പോൾ പിടിക്കും. പഴയ കുറേ പാട്ടുകൾ, എല്ലാമൊന്നുമില്ല, പക്ഷേ ഒരു 70% ഞാൻ പിടിക്കും. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒറിജിനൽ സോങ് കേൾക്കുമ്പോഴേ നമുക്ക് ചില സംഗതികൾ ഒറിജിനൽ സോങ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. പക്ഷെ അതേ പാട്ട് അതേപോലെ പഠിച്ച് വേറൊരാൾ, ഇപ്പം പല കുട്ടികളും അങ്ങനെ അതേപോലെ പഠിച്ച് പാടുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുണ്ട്.
അല്ലേ? കറക്റ്റ് അല്ലേ? എനിക്ക് അങ്ങനെയാണ് ചില സംഗതികൾ ഇങ്ങനെ ഒരുപാട് തിങ്സ് ഉള്ള കാര്യങ്ങൾ ഒറിജിനൽ കേൾക്കുമ്പോൾ എനിക്ക് കിട്ടുകയില്ല. അത് എത്ര കേട്ടാലും കിട്ടില്ല. പക്ഷെ ആരെങ്കിലും പാടിയത് കേട്ടിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ആ ഫ്ലോയിൽ അങ്ങനെ അതാണ്. എനിവേ നമുക്ക് ആ ഹിന്ദി സോങ്ങിലേക്ക് പോകാം. आशिकी भी ये क्या रंग लाई, वफा मैंने की तूने की बेवफाई, मेरी भूल थी मैं ये क्या चाहता था, किसी बेवफा से वफा चाहता था, तू जाने क्या बेकरारी, बेदर्द बेमुरवत जा संग दी हसीना, देखी तेरी मोहब्बत, अब मैंने जाना तुझको बेरहम, अब तेरे बिन जी लेंगे हम, जहर जिंदगी का पी लेंगे हम। सनम तोड़ दे थे मोहब्बत के वादे, अगर जान भ्राता मैं तेरे इरादे, किसी मैंने चाहा कहा दिल लगाया, मैं नादान था कुछ समझ ही न पाया, मेरे आंसुओं की मोती आंखों के सहता पानी, मेरे टूटे दिल टुकड़े तेरे प्यार की निशानी, कैसे मैं भूलूंगा तेरे सितम, अब तेरे बिन जी लेंगे हम, जहर जिंदगी
का पी लेंगे हम। क्या हुआ जो एक दिल टूट गया, क्या हुआ जो एक दिल टूट गया। अब तेरे बिन जी लेंगे हम, जहर जिंदगी का पी लेंगे हम। जी लेंगे हम, जी लेंगे हम, जी लेंगे हम, जी लेंगे हम। കോൺഫിഡൻസിങ് കേട്ടോ. ഞാൻ ഒന്നും നോക്കത്തില്ല. കേട്ടിട്ട് കുറേ നാളെ എത്ര നാളെ ഒരു അല്ല, നല്ലൊരു പോസിറ്റീവ് കാര്യമല്ലേ. കാര്യം അത്രയും നമുക്ക് എപ്പോഴും വേണ്ടതൊരു എന്താണ്, നമുക്കൊരു വിശ്വാസം, ഒരു പാട്ട് നമുക്ക് പാടാൻ പറ്റും, ഒരു കോൺഫിഡൻസ് അല്ലേ, അത് ഉണ്ട് കേട്ടോ. താങ്ക് യു. 100 അല്ല 200% ഉണ്ട്. ഒന്നും നോക്കാതെ ഒരു പേടിയില്ല. ചില പാട്ടുകൾക്ക് നമുക്ക് ഭയങ്കര അതിനൊരു പണ്ട് കുറേ ഒരുപാട് കേട്ടിട്ടുള്ളതായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതങ്ങനെ ഓടി വരുന്നത്. ചില സമയത്തൊക്കെ ഞാൻ ചോദിക്കട്ടെ, കോളേജിൽ പഠിക്കുമ്പോഴും ഒന്നും പാടിയിട്ടില്ല? മിസ് ചെയ്യുന്നില്ലേ ഇപ്പം അത്? ഈ ശിവരാത്രി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നാട്ടിൽ ഈ സ്ഥലത്ത് ഞങ്ങൾക്കൊരു ശിവരാത്രിക്ക് എല്ലാ പ്രാവശ്യവും നാടകം ഉണ്ടാവുമല്ലോ. നാടകം നമ്മൾ അവിടെയുള്ളവരെന്നെ അഭിനയിക്കും. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ഹാർമോണിയം വായിക്കും, അവിടെയുള്ളവരൊക്കെ പാടും. പക്ഷേ എൻ്റെ സ്റ്റേജ് എത്തി, കോളേജ് അല്ലെങ്കിൽ സ്കൂൾ സ്റ്റേജ് എത്തി, എനിക്ക് സ്റ്റേജിൽ കയറുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അത് സ്റ്റോപ്പായി ശിവരാത്രി. അതിനുശേഷം ശിവരാത്രി നടന്നിട്ടേ ഇല്ല. അപ്പോൾ അതാണ് ഓരോ ഇത്. അല്ലെങ്കിൽ അന്ന് കയറി പാടായിരുന്നു, അന്ന് ചാൻസ് ഉണ്ടായിരുന്നു. അല്ല, അന്ന് ദൈവം വിചാരിച്ചാണ് നീ ഇപ്പം പാടാൻ തുടങ്ങണ്ടെന്ന്. ഇപ്പം പാടാൻ തുടങ്ങണ്ട, സമയമുണ്ട്, ഞാൻ തരാം. ബുദ്ധിമുട്ടിക്കണ്ട ഇപ്പോൾ. അല്ല, എന്നാലും അതൊക്കെ മിസ് ചെയ്യുന്നില്ലേ കോളേജിലൊക്കെ? സ്റ്റാറൊക്കെ ആവാൻ പറ്റിയ ഒരു അല്ലേ? ഭാഗ്യ മാമിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും പെമ്പിളേർ തട്ടിക്കൊണ്ടുപോയേ, ഏതെങ്കിലും പെമ്പിളേർ തട്ടിക്കൊണ്ടുപോയേ. എനിവേ, എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കോളേജിലെ പോലല്ല അന്നത്തെ കാലത്തെ കോളേജ് എന്നൊക്കെ പറഞ്ഞത്. ഭയങ്കര എന്താണ്, ഒരു എല്ലാവരോടും ഒരു ഇൻറ്റിമസി. ഇപ്പോഴും ആ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നില്ല. നിങ്ങളുടെ കോളേജ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല, ഒരാളെ കണ്ടു അങ്ങനെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ പുതിയ ഫ്രണ്ട്സായി, അങ്ങനെയാണ്. ബന്ധങ്ങൾക്കൊരു ഒരു വാല്യൂ ഉണ്ട് കുറച്ച് നാളത്തേക്ക്, അത്രേ ഉള്ളൂ അല്ലേ? പഴയ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ തന്നെ ഇപ്പം പുള്ളി വിളിച്ചില്ലേ, മനോജ് അല്ലേ? അപ്പൊ അതൊക്കെ ഒരു എന്താണ്, സൗഹൃദങ്ങളാണ് നമുക്ക് എപ്പോഴും ഇതായിട്ട് നിൽക്കുന്നത്. എനിവേ, അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഏതാണ് അത്? ഞാനിപ്പോൾ പാടി നോക്കണം, കുറേ നാളായി പാടിയിട്ട് പാട്ടുകൾ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ, നല്ല പാട്ട്. അതായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടെ ശരിക്കും. ഇനി അത് പാടി കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഫീൽ വരാണ്, ഇവിടെ കുറച്ച് ഫീൽ ആണെന്ന് പറയുന്നതിന് മുമ്പ് ഫീൽ അങ്ങോട്ട് ആവാഹിച്ചെടുത്തു കേട്ടോ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾ കാവിൻ്റെ മുറ്റത്തെ മുല്ലപോൾ ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾ കാറിൻ്റെ മുറ്റത്തെ മുല്ലപോൾ ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ.
കാണാ കണ്ണിൽ കാവലിൻ നൂലിഴയാരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴയാരും തുടച്ചില്ല. ചന്ദന പൊൻചിതയിൽ എൻ്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്നത് അമ്പലപ്രാവുകളോ, അമ്പലപ്രാവുകളോ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കോതിയില്ലേ, കാറ്റൻ മൺവിളക്കോതിയില്ലേ. കൂരിരുൾ കാവിൻ്റെ മുറ്റത്തെ മുല്ല പോൽ ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്കു നിന്നില്ലേ. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. കുഞ്ഞിക്കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. കുഞ്ഞിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. കുഞ്ഞിക്കാലടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. നിന്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്നത് അമ്പലപ്രാവുകളോ, അമ്പലപ്രാവുകളോ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കോതിയില്ലേ, കാറ്റൻ മൺവിളക്കോതിയില്ലേ. കൂരിരുൾ കാടിൻ്റെ മുറ്റത്തെ മുല്ല പോൽ ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ. ഞാൻ ഒറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ. ഞാൻ ഒറ്റയ്ക്കു നിന്നില്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ പല്ലവി സൂപ്പറായിരുന്നു. ലിറിക്സ് പോയി, പക്ഷേ വഴിയില്ല. വിളിച്ചു പറയല്ലേ ഇങ്ങനെ, ആരോടും വിളിച്ചു പറയരുത്. ഞാൻ പോലും അറിഞ്ഞില്ല, ഞാൻ തപ്പുന്ന കണ്ടു, മനസ്സിലായി. നല്ല ഇതൊന്നും വിളിച്ചു പറയരുത്. അത് അവരവിടെ നിന്ന് ആസ്വദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇവിടെ നിന്ന് വിളിച്ചത് എൻ്റെ ദിവസമൊക്കെ പോയി, ഇത് അവിടെ ചുമ്മാതെ. നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമാണ് അത് കേൾക്കാൻ. അതാ എനിക്ക് എസ്പെഷ്യലി ആ ചരണം അടിപൊളിയായിരുന്നു, നന്നായിട്ട് പാടി. നല്ല വോയിസ്, ലൈൻസ് ഒക്കെ നല്ലതല്ലേ, അടിപൊളി, നല്ല വോയിസ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു യുണീക്ക് വോയിസ്. യുണീക്ക് വോയിസ് കിട്ടാന്ന് വെച്ചാൽ ഒരു ഭാഗ്യം ചെയ്യണം. പണ്ടൊക്കെ ഞാൻ പാട്ട് പാടുന്ന സമയത്ത് കുഞ്ഞുനാളിൽ കേട്ടോ, നമ്മുടെയൊക്കെ വോയിസ് കുഞ്ഞു പ്രായത്തിലൊക്കെ എനിക്ക് ചിത്രചേച്ചിയുടെ വോയിസ് കിട്ടില്ല, എൻ്റെ വോയിസ് കൊള്ളൂല പാടാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് നമുക്കൊരു നമ്മളുടേതായ ഒരു വോയിസ് ഉണ്ടെങ്കിൽ അത് തേടി നടക്കുന്ന ആൾക്കാരുണ്ടാവും എന്ന് പിന്നീടാണ് അല്ലേ. അങ്ങനെ എത്രയോ സിംഗേഴ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് സിംഗേഴ്സ്. ഒരു പെക്യൂലിയർ വോയിസ് കിട്ടുന്ന ചില ഒരുപാട് പേരുണ്ട്. അതെ അതെ, ഒരേപോലെ സിംഗർ ഇപ്പം ചിത്രചേച്ചിയുടെ തന്നെ വോയിസിൽ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. അതേപോലത്തെ വോയിസ് എന്നല്ല പറഞ്ഞ ആ പാറ്റേൺ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ചിലരെ അനുകരിച്ച് പാടാറുമുണ്ട്. പക്ഷെ അതൊന്നും അല്ല, നമുക്ക് നമ്മളുടേതായ ഒരു ഐഡന്റിറ്റി വേണം, അത് ഉണ്ട് കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷം വന്നതിന്. അപ്പം രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടില്? മക്കൾ മോനെ വിട്ടപ്പോ ആളിവിടെ എന്താ ചെയ്യാ, വർക്ക് ചെയ്യാണ്. ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. രണ്ടാമത്തെ ആള് 12th എക്സാം. എല്ലാവരും ഉണ്ട്, ഫാമിലി സഹിതം എവിടെയാണ്? ആ ഓക്കെ. അപ്പം നന്നായിട്ട് പോട്ടെ. അപ്പം മാം ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കേൾക്കുമായിരുന്നു കേട്ടോ. നല്ല കാര്യമല്ലേ, ഇടയ്ക്കൊക്കെ പാട്ടിടുന്നു. ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഒരു പറഞ്ഞൊക്കെ നമുക്ക് മനസ്സിന് ഭയങ്കര റിലീഫ് വരുന്ന ഒരു സാധനമല്ലേ. എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സന്തോഷം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും ഇങ്ങനെ പാടാനായിട്ടൊക്കെ വരും കേട്ടോ. എന്തായാലും ഒരുപാട് പാട്ടുകളൊക്കെ അറിയാം. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ അതൊരു ഇഷ്ടമായതുകൊണ്ട്. ജേട്ടൻ്റെ പാട്ടൊക്കെ പാടാറില്ലേ? അപ്പോൾ ഒരു ദിവസം നമുക്ക് ജേട്ടൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാം. എല്ലാം ജേട്ടൻ്റെ പാട്ട് കേട്ടോ.
അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ കേട്ടോ, ഫാമിലിക്കും മക്കൾക്കും ഒക്കെ ഐശ്വര്യം ഉണ്ടാവട്ടെ. അപ്പോൾ നാളെ കാണാം വീണ്ടും 6-7 മറ്റൊരു അതിഥിയുമായിട്ട്. ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം മനോജ്. ബൈ.